ഹലോ ഗൈസ്, അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഇന്ന് എൻ്റെ ചാനലിൽ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇടാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ആകെ ഒറ്റ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളൂ, ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദുബായിൽ ഇനി രണ്ട് ദിവസം കൂടെ ഞാനുള്ളൂ. അപ്പോൾ അത് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാമെന്ന് വെച്ചു. സോ ആദ്യത്തെ പണി, പെട്ടി ഒന്ന് പാക്ക് ചെയ്ത് വെച്ചത് ഒന്നും കൂടി പാക്ക് ചെയ്യാനുണ്ട്. സോ തുടങ്ങിയാലോ? കമോൺ. പെട്ടി പാക്ക് ചെയ്യുന്നതിന് മുന്നേ കുക്കിംഗ് അങ്ങ് തീർക്കാന്ന് വെച്ചു. ഇന്ന് പ്രജിയേട്ടൻ്റെ സ്പെഷ്യൽ ആയിരുന്നു. നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും കല്ലുമ്മക്കായ് വരട്ടിയതൊക്കെ ഉണ്ടായിരുന്നു. സർപ്രൈസ് ആയിട്ട് കൊടുത്ത കേക്കിന് ഒരു ചെറിയ കഷ്ണം ബാക്കി ഉണ്ടായിരുന്നു, അതും എടുത്ത് കഴിച്ചു. ഒരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ പോകുന്ന അറിഞ്ഞിട്ട് എന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. പ്രാവു, ഈ പ്രാവുണ്ടല്ലോ രാവിലെ വന്നിട്ട് അവിടെ നിന്നതായിരുന്നു. പ്രജേട്ടന് അതിന് ഫുഡും വെള്ളമൊക്കെ കൊടുത്തു. എന്നിട്ട് ഉച്ചയ്ക്ക് എങ്ങാനും അവിടെ നിന്ന് പറന്നു പോയത്. ഒരു 2 ആഴ്ച മുന്നേ തന്നെ പെട്ടിയെല്ലാം ഫുള്ള് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓവർ വെയിറ്റ് കാരണം വീണ്ടും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പാക്ക് ചെയ്യേണ്ടി വന്നു. ഞാനൊരു പൊട്ടം പണിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് പോകുന്ന സമയത്ത് എൻ്റെ അലമാര മുഴുവൻ എടുത്തിട്ട് ഞാൻ പോയത്. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുന്ന് കൊണ്ടുപോയ ഡ്രസ്സൊന്നും ഇടാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം ഞാൻ ചെറുതായിട്ടൊന്ന് തടിച്ചു പോയി. അങ്ങനെ ഞാൻ അവിടുന്ന് കുറച്ചധികം ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് വരാനായപ്പോൾ പെട്ടിയിൽ ഒരു ഇഞ്ച് സ്ഥലം ഇല്ലാത്ത അവസ്ഥയായി. അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിയ കുറച്ച് സാധനങ്ങളും എൻ്റെ ഡ്രസ്സും എല്ലാം ഞാൻ അവിടെ വെച്ചിട്ടാണ് വന്നത്. ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് പറഞ്ഞ് വന്ന് ഞാൻ കുക്കിംഗ് ചെയ്തതിന് ശേഷം വീഡിയോ എടുക്കാൻ മറന്നുപോയി. സന്ധ്യക്കൊരു 6:30 ആയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നല്ലോ. ഈ ഒരു ടൈമിൽ ഇവിടെ ബാൽക്കണിയിൽ വന്നിരിക്കാൻ നല്ല സുഖം. സൺസെറ്റ് ഒന്നും കാണൂലെങ്കിലും ആ ഒരു ടൈമിലുള്ള ആകാശത്തിന്റെ ആ ഒരു കളറൊക്കെ കാണാൻ നല്ല രസം. നാട്ടിലേക്ക് വരാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം പ്രജേട്ടൻ അവിടെ ആണല്ലോ. പിന്നെ അവിടെ ഒന്ന് സെറ്റായി വരുമായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, എല്ലാം നല്ലതിന്, അങ്ങനെ അങ്ങ് വിചാരിക്കാം. എന്തൊക്കെയൊക്കെയോ ആലോചിച്ച് കുറേ സമയം അവിടെ അങ്ങനെ ഇരുന്നു. ഒരുതരം വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇനിയും ഇരുന്ന കാര്യം തോന്നിയപ്പോൾ മെല്ലെ അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോയി. ഞാൻ ദുബായിയോട് ബൈ ബൈ പറയുകയാണ്. 6 മാസം ആവാറായി ഞാനിവിടെ. സങ്കടമുണ്ട് സത്യമായിട്ട്. പുറത്തൊന്ന് ചെറുതായിട്ട് കറങ്ങി വരാമെന്ന് വിചാരിച്ചു. വേറെ എവിടെ ജസ്റ്റ് താഴെ നോക്കാം, അവിടെ ഇവിടെ നടന്ന് ചായയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഈ ചായ കുടിക്കാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ നാട്ടിലെത്തിയിട്ട്. ഞാൻ പോകുന്നതിനെ കുറിച്ച് എന്താണ് പ്രജേട്ട അഭിപ്രായം? പറയൂ. കണ്ണാടിയിൽ പറയൂ. ഞാൻ ചായ വേണ്ടാന്ന് വെച്ച് ഒരു ഫലൂദ വാങ്ങി. ഫലൂദ കാണാൻ ഇതുപോലെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. പ്രജേട്ടനൊരു കറക്റ്റ് പറഞ്ഞു. സോ നോക്കാം, വരട്ടെ. കട്ടനടിക്കാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. പിന്നെ പുറത്തും ചൂട് അകത്തും ചൂട് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഫലൂദ ഓർഡർ ചെയ്തത്. ഞാനാണെങ്കിൽ ഫലൂദേൻ്റെ ഒരു വലിയ ഫാനാണ്. നാട്ടിലെ ബേബിയിലെ ഫലൂദയാണ് എൻ്റെ ഫേവറേറ്റ്. ഇത് കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു. ഗ്ലാസ് കുറച്ച് ചെറുതായിപ്പോയി, പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നാട്ടിൽ കഴിച്ച ഒരു ഫലൂദേൻ്റെ ഏകദേശം ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു. നാട്ടിൽ നിന്ന് ഷവർമ കഴിക്കാത്ത ഒരാളാണ് ഞാൻ. എപ്പോഴെങ്കിലും കഴിച്ചാലായി, കഴിക്കാറ് തന്നെ ഇല്ല. പക്ഷേ ഇവിടെ എത്തിയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ച ഷവർമയാണ്. എനിക്ക് ഇവിടുത്തെ അറബിക് ഷവർമ ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഷവർമ കഴിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വരുന്നതിന് ഒരു 3-4 ദിവസം മുന്നേ ഷവർമ ഒക്കെ കഴിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി നേരെ പ്രജയേട്ടനൊരു ഫ്രണ്ടിനെ കാണാൻ പോയി. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വന്നു. അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ അധികം കറങ്ങാതെ നേരെ തിരിച്ച് റൂമിലേക്ക് പോയത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. തിരിച്ച് റൂമിൽ വന്ന് കുറച്ചൊരു 10 മണിയായപ്പോൾ ഞങ്ങൾ വീണ്ടും ഇറങ്ങിയതിന്റെ മെയിൻ ഉദ്ദേശം വിഭിഷേട്ടനെ കാണുക എന്നതായിരുന്നു. വർക്ക് കഴിഞ്ഞ് എത്താൻ ഏകദേശം ഒരു 11:30 ആവുന്ന പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് സമയം എവിടെയെങ്കിലും പോയിരിക്കാന്ന്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബസ്സിൽ കയറി. 3 സ്റ്റോപ്പ് എങ്ങാനും ഉണ്ടായിരുന്നുള്ളൂ അവിടുന്ന്. ഞാൻ പിന്നെ പുറത്തുള്ള ഫുള്ള് വീഡിയോസ് എടുത്തു വെച്ചു. ഇങ്ങനെ അവിടെ എത്തുന്നവരെയുള്ള വീഡിയോസ് എടുത്തു വെച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായത്. ഈ ഒരു സ്ട്രീറ്റിൽ ഫുൾ ടൈം ആളും തിരക്കും ബഹളവും ഒക്കെ ആയിരിക്കും. വേറെ തന്നെ ഒരു വൈബുള്ള സ്ഥലമായത്. എത്ര പെട്ടെന്നാ മാസങ്ങളൊക്കെ പോയത്.
ഒരു വല്ലാത്ത പോക്കായിപ്പോയി. എന്തായാലും ഒരുപാട് നല്ല ഓർമ്മകൾ എനിക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും എന്ന ആ ഒരിത് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് അങ്ങ് എടുത്ത് മാറ്റി. വിചാരിക്കുന്നവർ വിചാരിച്ചോട്ടെ എന്നൊരു മൈൻഡ് സെറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാനിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും വിചാരിച്ചാലോ, ഞാനങ്ങനെ പറയണ്ട, പറഞ്ഞവർക്ക് സങ്കടമായാലോ, ഇങ്ങനെ ആയാലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ പലപ്പോഴും പറയേണ്ട കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല, ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. കാരണം എനിക്കാരെയും വേദനിപ്പിക്കാൻ താല്പര്യമില്ല. പക്ഷേ ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, അങ്ങനെ പറയാതിരിക്കുമ്പോഴും ചെയ്യാതിരിക്കുമ്പോഴും വേദനിക്കുന്നത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണുള്ളത്. സ്വയം വേദനിക്കാനും ഫ്രസ്ട്രേറ്റഡ് ആവാനും ഇനി എനിക്ക് താല്പര്യമില്ല. അതാണ് കാര്യം. ഇവിടെ ആകുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ലൈഫിൽ കയറി അനാവശ്യമായിട്ട് ആരും ഇടപെടൂല, ഈ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും കേൾക്കേണ്ടി വരൂല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത് എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൽ കയറി ആരും ഇടപെടുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഞാനും അങ്ങനെ തന്നെ, വേറൊരാളുടെ ലൈഫിൽ കയറി ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ പറയാറില്ല, ചോദ്യങ്ങൾ ചോദിക്കാറില്ല. എന്തിനാ വെറുതെ. ബസ്സിലിരുന്ന് പ്രജയാട്ടൻ എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അതിൽ മെയിനായിട്ട് പറഞ്ഞത്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കരുത്, തിരിച്ച് നല്ല രീതിയിൽ തന്നെ മറുപടി പറയണം എന്നുള്ളതാണ്. ഇന്നൊന്നല്ല, പണ്ട് മുതലേ എന്നോട് പറയുന്നൊരു കാര്യം, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മിണ്ടാതിരിക്കരുത് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോകുന്നതിൽ നല്ല സങ്കടമുണ്ട്. അതൊരിക്കലും നാട് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, എനിക്ക് എൻ്റെ നാട് എന്നും പ്രിയപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങളുണ്ട്, പറയട്ടെ കാര്യമില്ല, അതൊന്നും മാറാനും പോകുന്നില്ല. വീക്ക് ഡേ ആയതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടാവില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ അവിടെ എത്തിയപ്പോഴായിരിക്കും ഓർമ്മ വന്നത്, അന്ന് ലീവായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുൾ ആൾക്കാരായിരുന്നു അവിടെ മൊത്തത്തിൽ. നല്ല രസമാണ് ഇവിടെ രാത്രി വന്നിരിക്കാൻ, നല്ല തണുത്ത കാറ്റും. ഞങ്ങൾ ഓരോന്നൊക്കെ സംസാരിച്ച് കുറേ സമയം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതും ഇന്ന കാര്യങ്ങൾ വേണമെന്നൊന്നുമില്ല പറയാം, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ തിരിച്ച് നടക്കുവാണ്. വിഭീഷേട്ടൻ യൂണിയനിൽ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ അവിടുത്താണ്. ഇതിനിടയിൽ ഒരു ചെറിയ ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ ഡേറ്റോടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെല്ലാം ഇങ്ങനെ കറങ്ങി കണ്ടു. അതിനിടയിൽ വിഭീഷേട്ടനും വന്നു, ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ചു. വിഭീഷേട്ടനെ കണ്ടില്ലേ? എന്താ കണ്ടോ? വിഭീഷേട്ടനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതുണ്ടല്ലോ വേപ്പിന്റെ കായാണ്. ഇവിടുത്തെ സ്ട്രീറ്റിൽ ഫുള്ള് വേപ്പിന്റെ മരാന്ന് എല്ലായിടത്തും. നാളെ ഈ ടൈം ആകുമ്പോഴേക്കും ഞാൻ എയർപോർട്ടിലായിരിക്കും ഉണ്ടാവുക. ഈ സമയത്തിനൊക്കെ കുറച്ച് മെല്ലെ പോയിക്കൂടെ? എന്തൊരു സ്പീഡിലേ പോകുന്നേ. അങ്ങനെ നടന്ന് ബസ് കയറി അതേ സ്ഥലത്ത് തന്നെ ലാസ്റ്റ് തിരിച്ചെത്തി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു സംഗതി ഉണ്ടല്ലോ, അത് നമ്മൾ പാടെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മൊത്തം കളർഫുള്ളാകും. സമയം ഏകദേശം 1 മണി അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ തവണ കയറി ഇറങ്ങിയ ഒരു ഷോപ്പായത്. ചില സമയത്ത് ഇവിടെ പ്രോഡക്ട്സിനൊക്കെ നല്ല ഓഫറും കാണാം, നല്ല കളക്ഷൻ ഉണ്ട് ഡ്രസ്സിൻ്റെ ഒക്കെ. അപ്പൊ ശരി വിഭീഷേട്ടാ, എല്ലാവിധ ആശംസകളും നാട്ടിൽ പോസ്റ്റായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. കാണാം. എടുത്തോല്ലോ. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും വടയും പുഴുങ്ങിയ മുട്ടയും ചട്നിയും ഒക്കെ ആയിരുന്നു. ഇന്ന് കുക്ക് ചെയ്യണ്ടെന്ന് വെച്ചു. കുക്ക് ചെയ്യാൻ കയറിക്കഴിഞ്ഞാൽ ഒരുപാട് സമയം അങ്ങനെ അങ്ങ് പോവും. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. വേറെ എങ്ങോട്ടുമില്ല, ജസ്റ്റ് ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെ ഒരു ലോക്കും കീയും പിന്നെ വേറെന്തോ ഒന്നും കൂടി വാങ്ങാനുണ്ടായിരുന്നു. ഇറങ്ങിയതാണെങ്കിൽ നട്ടപ്പോരെന്ന വെയിലത്തായിരുന്നു. വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാര് വെയിലും ചൂടുമായിരുന്നു. പണിയായിട്ടുണ്ടായിരുന്നു ആകെ മൊത്തത്തിൽ. എൻ്റെ അമ്മ ഒരു വല്ലാത്ത വെയില, കണ്ണെല്ലാം ഒരുമാതിരിയായി. ഞങ്ങൾ ഒരു ലോക്കും കീയും വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. ജസ്റ്റ് ഒന്ന് താഴെ ഇറങ്ങിയതേ ഉള്ളൂ, കണ്ണ് കുത്തുന്ന വെയിൽ.
പക്ഷെ നാട്ടിലെന്താണോ അവസ്ഥ? മഴയുണ്ടോ, ചൂടുണ്ടോ? ചൂടാന്നെ കേട്ടത് കണ്ടറിയാം. ഇപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. മീൽസ് കഴിക്കാമെന്നും പറഞ്ഞിട്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങി. നോക്കും അന്ന് എവിടെയും മീൽസ് ഉണ്ടായിരുന്നില്ല, ഫ്രൈഡേ ആയിരുന്നു. എല്ലായിടത്തും ബിരിയാണി ആയിരുന്നു. എന്നാൽ പിന്നെ ഒരു പൊതി ബിരിയാണി വാങ്ങാന്ന് വെച്ചാൽ പൊതി ബിരിയാണി വാങ്ങി. മോശമൊന്നുമില്ലാത്ത നല്ലൊരു അടിപൊളി ബിരിയാണി, മുട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വാഴയിലയിൽ പൊതിഞ്ഞത് കൂടിയാകുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവുമല്ലോ. പിന്നെ ഇത് മൊത്തമൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം പകുതിയോളം ഞാൻ പ്രജിയേട്ടന് വാരി കൊടുത്തു. ബിരിയാണി കഴിച്ചാൽ ഒരു മിന്റ് ലൈം അല്ലെങ്കിൽ ലെമൺ ടീ ഏതെങ്കിലും ഒന്ന് കുടിക്കണം. അപ്പോഴേ ഒരു സുഖം കിട്ടും. പിന്നെ ചൂടായതുകൊണ്ട് ഞാൻ വെച്ച് ലെമൺ ടീ വേണമെന്ന് വെച്ചിട്ട് മിന്റ് ലൈം വാങ്ങി. നല്ല പുളിയായിരുന്നു. ഫുഡ് കഴിച്ച് തിരിച്ച് റൂമിലേക്ക് പോവാം. വൈകിട്ടായപ്പോൾ ഒന്നുകൂടി പുറത്തിറങ്ങേണ്ടി വന്നു. അങ്ങനെ ആ പരിസര പ്രദേശങ്ങളൊക്കെ ഒന്നുകൂടി കാണാനുള്ളൊരു അവസരം കിട്ടി. ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ച് പോകുമ്പോൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത്. എനിക്കാണെങ്കിൽ ഹെവി ആയിട്ടൊന്നും വേണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ട് ഒരു ചപ്പാത്തിയും കറിയൊക്കെ വാങ്ങി. ഈ ഒരു ടൈം ആയപ്പോഴേക്കും മൊത്തത്തിലേ ഒരു മാതിരി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇതിന്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ശരി എന്നാൽ.